Hi, hello, welcome all to Nisha's Online Academy. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് തുടങ്ങാണ്. എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടോ തോന്നുന്നു. കമൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എക്സാംസ് ആയതുകൊണ്ട് കുറച്ച് പേര് ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. പക്ഷെ നോക്കണം നിങ്ങൾ, ഇനി സമയം അധികമില്ല. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൽ ഓഡിറ്റിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ മാർച്ച് 2024 ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് എ ആണ് നമ്മൾ സെക്ഷൻ എ ആണ് നമ്മൾ ചെയ്തത്. ഇന്ന് നമ്മൾ സെക്ഷൻ ബിയും സെക്ഷൻ സിയും ചെയ്യും. അപ്പോൾ കുറച്ച് ലോങ്, ഒരു 15 മിനിറ്റ്സ് ചിലപ്പോൾ വീഡിയോ ഉണ്ടായേക്കാം. കാരണം രണ്ട് പാർട്ടിനോട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താൽ അടുത്തൊരു ഇതോടുകൂടി നമുക്ക് ഓഡിറ്റിംഗ് ക്ലോസ് ചെയ്തിട്ട് അടുത്ത സബ്ജക്റ്റ് എടുക്കാമല്ലോ. ഓക്കെ, സോ നമുക്ക് സെക്ഷൻ ബി നോക്കാം. സെക്ഷൻ ബിയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറേഴ്സ്. ഓഡിറ്റിങ്ങിൽ ചോദിക്കാം. നമ്മൾ കണക്ക് നോക്കുന്ന സമയത്ത് എന്തൊക്കെ തെറ്റുകളാണ് സാധാരണ കാണാറ്. സോ വൺ എറർ ഈസ് നോൺ ആസ് എറർ ഓഫ് ഒമിഷൻ എന്നാണ് പറയുക. എന്താണ് എറർ ഓഫ് ഒമിഷൻ? മിസ് ചെയ്തു പോയി. അതായത് ഒരു ട്രാൻസാക്ഷൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും എഴുതാൻ മറന്നുപോയി, ആ ട്രാൻസാക്ഷൻ വിട്ട് മറന്നുപോയി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം എഴുതി മറ്റേ ഭാഗത്ത് കൊണ്ടുപോയിട്ട് എഴുതാൻ മറന്നു. ഡെബിറ്റ് പോർഷൻ എഴുതി, ക്രെഡിറ്റ് പോർഷൻ എഴുതിയില്ല. ഇത് വരുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും? അതിനെ നമ്മൾ എറർ ഓഫ് കമ്മീഷൻ എന്നാണ് പറയാം. ഓക്കെ, ഇനി എറർ ഓഫ് പ്രിൻസിപ്പൽ. ഇതിൻ്റെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂൾസ് അറിയില്ല, അക്കൗണ്ടൻസിയുടെ കോൺസെപ്റ്റേ അറിയാത്ത ഒരു തരത്തിലുള്ള ഒരു അക്കൗണ്ടിങ് ആണ്. ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ കൊണ്ടുപോയിട്ട് റവന്യൂ എക്സ്പെൻഡിച്ചർ ചെയ്യുന്ന പോലെ ചെയ്യാം. ഓക്കെ, റവന്യൂ എക്സ്പെൻഡിച്ചർ ട്രേഡിംഗ് P&L ആണ് എഴുതുക, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ ബാലൻസ് ഷീറ്റിലേക്കാണ് കൊണ്ടുപോകുക. ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലാത്ത ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോൺ ആസ് എറർ ഓഫ് പ്രിൻസിപ്പൽ. പിന്നെ കോമ്പൻസേറ്റിംഗ് എറർ. നമ്മൾ ഒരു എറർ ചെയ്തു, ഒരു എമൗണ്ട് 20,000 എന്നുള്ള ഡെബിറ്റിലുള്ള ഒരു എമൗണ്ട് 20,000 എന്നുള്ളതിന് 2,000 എഴുതി അല്ലേ? അപ്പോൾ ഒരു 18,000 രൂപയുടെ ഡിഫറൻസ് ആണ്. ക്രെഡിറ്റിൽ ആണെങ്കിൽ ഒരു 18,000 എഴുതാൻ മറന്നും പോയി. അപ്പോൾ കോമ്പൻസേറ്റ് ചെയ്തു പോയി അല്ലേ? അപ്പുറത്തും 18, ഇപ്പുറത്തും ഇത്. അപ്പോൾ ഈ എറർ എന്ത് ചെയ്യില്ല, കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. So there are 4 types of errors: error of omission, error of commission, error of principal and compensating errors. നോട്ട്സ് ഞാൻ ഇടുന്നുണ്ട്, ടെലഗ്രാം ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ചാനലിൽ ജോയിൻ ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് നോട്ട് ഇതിന്ന് എടുക്കാൻ പറ്റും. ദെൻ വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റിംഗ്? വെരി നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നമ്മൾ ഓഡിറ്റിങ്ങിൻ്റെ കുറേ ഗുണങ്ങളൊക്കെ നമ്മൾ പറയും, പക്ഷെ നമ്മൾ ഓഡിറ്റിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് പറയാൻ പറ്റണ്ടേ? എന്താണ് ഓഡിറ്റിങ്ങിൻ്റെ ഒരു ലിമിറ്റേഷൻസ്? ഒരു ഫുൾ വെരിഫിക്കേഷൻ നടക്കുന്നില്ല. ഇറ്റ് ഈസ് ഒരു ടെസ്റ്റ് ചെക്കിംഗ് ആണ്. ഫുൾ ചെക്കിംഗ് ഈസ് നോട്ട്, വെരിഫിക്കേഷൻ ഇസ് നോട്ട് ഡെൻ, ഓൺലി ടെസ്റ്റ് ചെക്കിംഗ് ഈസ് ഡെൻ. കാരണം ഓഡിറ്റർ പറയുന്നത് ദ അക്കൗണ്ട്സ് ആർ ട്രൂ ആൻഡ് ഫെയർ, പക്ഷെ ഇത് അബ്സല്യൂട്ട്ലി 100% കറക്റ്റ് ആണെന്ന് പറയുന്നില്ല. ട്രൂ ആൻഡ് ഫെയർ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദർ മേ ബി ചാൻസസ് ഓഫ് ഫ്രോഡ്. ഇപ്പോഴും അതിൽ അൺഡിറ്റക്റ്റഡ് ആയിട്ടുള്ള ഫ്രോഡുകൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അതാണല്ലോ വലിയ വലിയ കമ്പനികൾ പൊളിഞ്ഞു പോകുന്നു. അപ്പോൾ ഇതൊക്കെ ഓഡിറ്റ് ചെയ്തതാണ്, ഒരു ഓഡിറ്റർ ഇതൊക്കെ ഓഡിറ്റ് ചെയ്തതാണ്. അപ്പോൾ അവർക്ക് എന്താ ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? സോ അതാണ്, ചിലപ്പോൾ ദർ മേ ബി അൺഡിറ്റക്റ്റഡ് ആയിട്ടുള്ള ഇതുണ്ടാവും. പിന്നെ എപ്പോഴും മാനേജ്മെൻറ്റ് കൊടുക്കുന്ന ഡാറ്റയുടെ മുകളിലല്ലേ ഓഡിറ്റിംഗ് നടക്കുന്നത്. അവർ തരാത്തതും മാറ്റി വെച്ചിട്ടുള്ളതായിട്ടുള്ള റെക്കോർഡ്സ് എങ്ങനെ കിട്ടും? ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ് അടുത്ത ഒരു കാര്യം കിടക്കുന്നത്. ഓഡിറ്റർ ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ബൈ ദി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നു അല്ലേ? പിന്നെ ഹ്യൂമൻ എറേഴ്സ് എപ്പോഴും സംഭവിക്കാം. അതാണ് അടുത്തൊരു ലിമിറ്റേഷൻസ്. സോ എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്? ഓഡിറ്റിംഗ് ഈസ് ബേസ്ഡ് ഓൺ ടെസ്റ്റ് ചെക്കിംഗ് ആണ്. ഫ്രോഡ് മേ റിമെയിൻ അൺഡിറ്റക്റ്റഡ്, ഇൻഫർമേഷൻ ഈസ് പ്രൊവൈഡഡ് ബൈ ദി മാനേജ്മെൻറ്റ്, ഹ്യൂമൻ എറർ ഉണ്ടാവണം, റീസണബിൾ അഷ്വറൻസേ ഉള്ളൂ, നോട്ട് ആബ്സല്യൂട്ട് സെർട്ടനിറ്റി അതിലില്ല. ആൻഡ് വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി? ഇനി വേറെ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്? എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നിർബന്ധമായും ചെയ്തിരിക്കണം എന്നത് ഏതൊക്കെ കമ്പനിക്കാരോടാണ് പറഞ്ഞിട്ടുള്ളത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് പറഞ്ഞിട്ടുള്ള കമ്പനി ഓഡിറ്റ് നിർബന്ധമാണ്. എവ്രി കമ്പനി ഷുഡ് ഡു ആൻ ആനുവൽ ഓഡിറ്റ്. ഗവൺമെൻറ് ഓഡിറ്റ്, എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സും ഓർഗനൈസേഷൻസും നിർബന്ധമായും എന്ത് ചെയ്യണം? ഗവൺമെൻറ് ഓഡിറ്റ് ചെയ്തിരിക്കണം. ബാങ്ക് ഓഡിറ്റ് നിർബന്ധമാണ്, എല്ലാ ബാങ്കുകളും ഓഡിറ്റ് ചെയ്തിരിക്കണം. ദെൻ ദ ഓഡിറ്റ് ഇൻഷുറൻസ് കമ്പനി. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ കമ്പൽസറി ഓഡിറ്റ് ആണ് for these 4 organizations: company audit, bank audit, insurance audit, government audit. Okay, next, ways through which shareholder activism takes place. നമ്മൾ 3 മാർക്സിന് ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു, വാട്ട് ഈസ് ഷെയർ ഹോൾഡർ ആക്ടിവിസം എന്ന് പറഞ്ഞു. നോക്കി നോക്കൂ, എക്സാം അതേ ക്വസ്റ്റ്യൻ ആണ് കുറച്ചും കൂടി വലിയ മാർക്കിലേക്ക് കയറി വന്ന്. അതായത് ഷെയർ ഹോൾഡറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ അതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷെയർ
ഷെയർ ഹോൾഡർ മാനേജ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് എന്ത് പറയുന്നത്, ഷെയർ ഹോൾഡർ ആക്ടിവിസം എന്ന് പറയുന്നത്. ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ പങ്കെടുക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കമ്പനി മാനേജ്മെന്റ് ആയിട്ടുള്ള പോളിസീസ്, ലീഗൽ ആക്ഷൻസ്, കമ്പനി തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്താൽ കമ്പനിക്കെതിരെ ലീഗൽ ആക്ഷൻസ് എടുത്തിട്ട് കമ്പനിയെ കറക്റ്റ് ചെയ്യിപ്പിക്കുക, പബ്ലിക് ക്യാമ്പയിനിങ് നടക്കുക, മീഡിയ പ്രഷർ ടു ഇൻഫ്ലുവൻസ് ദ ഡിസിഷൻസ്, ഇതൊക്കെ ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം. ഇത് നിങ്ങൾക്ക് ആ 3 മാർക്സ് നമ്മൾ പഠിച്ചതാണ്, അതിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുകയും ചെയ്യാം. വാട്ട് ഈസ് ഓഡിറ്റ് നോട്ട്ബുക്ക്? അപ്പോൾ ചിലർ ഓഡിറ്റ് നോട്ട്ബുക്ക് ഈസ് എ നോട്ട്ബുക്ക് അല്ല. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇറ്റ്സ് എ ബുക്ക് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, നോട്ട്ബുക്ക് എന്ന് പിന്നെ നിങ്ങൾ പറയണ്ട. ഈസ് എ ബുക്ക് മെയിൻറ്റെയിൻഡ് ബൈ ദി ഓഡിറ്റർ ടു റെക്കോർഡ് ദ ഇമ്പോർട്ടൻറ്റ് ഒബ്സർവേഷൻസ്. ഒരു ഓഡിറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പലതും കണ്ടുപിടിക്കൂല, അപ്പോൾ അതിങ്ങനെ എഴുതി വെക്കണ്ടേ, ഇന്ന ഒരു ഇതില്ല, ഓരോ ദിവസം ഓരോ ഫോൺ കോളും വിളിച്ചിട്ട് ഈ ബുക്ക് കൊണ്ടൊരു ഇതിൽ ഈ എറർ എന്താ, ഇങ്ങനെ ചെയ്യില്ല. അപ്പോൾ ഓഡിറ്റ് നോട്ട്ബുക്കിൽ ഇങ്ങനെ എഴുതി വെക്കും, ഇങ്ങനെ ഞങ്ങൾ ഇന്ന വൗച്ചറില്ല, ഇന്ന റെസീറ്റിൽ പ്രശ്നമുണ്ട്, 20,000 മിസ്സിങ് ഫിഗറാണ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്, ഇങ്ങനെ എഴുതി ഇങ്ങനെ വെക്കും. അപ്പോൾ ഡ്യൂറിങ് ദ ഓഡിറ്റ്, എന്നിട്ട് അവസാനം കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിനോട് പറയും, കമ്പനിയോട് പറയും, ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് തരൂ എന്ന് പറയും. അപ്പോൾ അവർ അതിൻ്റെ അനുസരിച്ച് ഡാറ്റ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചെയ്യുക. സോ ഇങ്ങനെ ചെയ്യുന്നത്. സോ ഓഡിറ്റ് നോട്ട്ബുക്ക് ഈസ് എ ബുക്ക് മെയിൻറ്റെയിൻഡ് ബൈ ദി ഓഡിറ്റർ. തെറ്റരുത് കേട്ടോ, ആരാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഓഡിറ്റർ ആണ് മെയിൻറ്റെയിൻ ചെയ്യണം. എന്തിനാണ്? ഇമ്പോർട്ടൻ്റ് ഒബ്സർവേഷൻസ്, അയാളുടെ സംശയങ്ങൾ, ക്വയറീസ്, എറേഴ്സ് ഒക്കെ ആണ്. അഡ്വാൻറ്റേജസ് എന്താ? നമുക്ക് എഴുതി വെക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇതല്ലേ, അതാണ് നിങ്ങളോട് നോട്ടൊക്കെ വെക്കാൻ പറയുന്നത്. എഴുതി കഴിയുമ്പോൾ നമുക്ക് റെക്കോർഡിങ് ഇമ്പോർട്ടൻ്റ് ഓഡിറ്റ് പോയിന്റ്സ്, എവിഡൻസ് ഓഫ് വർക്ക് ഡൺ, നമ്മൾ ഇത്രമാത്രം വർക്ക് നമ്മുടെ കഴിഞ്ഞു. പിന്നെ ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഒന്ന്, നമ്മളിങ്ങനെ എഴുതി വെച്ച ഈ നോട്ട്ബുക്ക് കാണാതായി എന്ന് വെച്ചോ, കോൺഫിഡൻറ്റ് കാണാതെ, പക്ഷെ അത് എത്തിച്ചേരാൻ പാടില്ലാത്ത സ്ഥലത്ത് ചെന്നു. സോ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള പല കാര്യങ്ങളും അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. സോ അതിൻ്റെ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ലീക്ക് ആവാം ചിലപ്പോൾ. അതേപോലെ തന്നെ ഓഡിറ്ററും ക്ലയൻറ്റ് കുറേ നോട്ട് എഴുതിയിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ് ക്ലയൻറ്റിൻ്റെ കയ്യിൽ. അപ്പോൾ ക്ലയൻറ്റിന് തോന്നുന്നത് എന്താണിത് ഇങ്ങനെ. സോ ഒരു ഓഡിറ്റർ ആൻഡ് ക്ലയൻറ്റ് റിലേഷൻഷിപ്പ് മേ എഫക്റ്റ് ആൻഡ് മേ ക്രിയേറ്റ് മിസ്അണ്ടർസ്റ്റാൻഡിങ് വിത്ത് ദി സ്റ്റാഫ്. ചില സ്റ്റാഫ് നന്നായി വർക്ക് ചെയ്തു, അവരുടെ ഇത്ര പെർസെൻറ്റേജ് വർക്ക് കഴിഞ്ഞു, മറ്റേ സ്റ്റാഫിൻ്റെ കഴിഞ്ഞിട്ടില്ല, ഇങ്ങനെയൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടാവും. സോ അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യാം. വാട്ട് ഈസ് ടെസ്റ്റ് ചെക്കിങ്? നമ്മളൊരു എൻറ്റയർ ഫുള്ളായിട്ട് നമ്മൾ ഒരു കണക്ക് പുസ്തകം എടുത്തിട്ട് അവിടെ അടുത്ത ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഫുള്ള് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. The complete check verification is not possible. So we randomly select some of them and do the checking. So ഒരു randomly select ചെയ്തിട്ട് നമ്മൾ സാമ്പിൾ പ്രോജക്റ്റ് ഒക്കെ ചെയ്തപ്പോൾ സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്യില്ലേ, അതേപോലെ selected number of transactions and checking them. അങ്ങനെ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ടെസ്റ്റ് ചെക്കിംഗ് എന്നാണ് പറയുക. അത് റാൻഡം ബേസിസിൽ തന്നെ എടുക്കണം, തോന്നിയ പോലെ എടുക്കരുത്. ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഉള്ള നോക്കണം, അവിടെ നല്ലോണം ഉണ്ടോയെന്ന് ഫുള്ളി വെരിഫൈഡ് ആയിട്ടോ നോക്കണം. ആൻഡ് സാമ്പിൾ അത് എടുത്തത് ആ കറക്റ്റ് എവിടെ നിന്നാണോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അതിൽ നിന്ന് തന്നെയാണോ സാമ്പിൾ എടുത്തിട്ടുള്ളത് എന്നുള്ളത് നോക്കണം. വാട്ട് ആർ ദി കണ്ടൻസ് ഓഫ് ദി ഓഡിറ്റ് റിപ്പോർട്ട്? ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണ്? ടൈപ്പ് കണ്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഓഡിറ്റ് റിപ്പോർട്ട്? ഏതെങ്കിലും ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ സാമ്പിൾ ഓഫ് ആൻ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കിട്ടും. നല്ലൊരു കമ്പനിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് കണ്ടിരിക്കുന്നത് നല്ലതാണ്. ടൈറ്റിൽ ഓഫ് ദി റിപ്പോർട്ട്, അഡ്രസ്സ്, ഒരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ഉണ്ടാവും, ഓഡിറ്ററുടെ ഒരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ഉണ്ടാവും. സ്കോപ്പ് ഓഫ് ദി ഓഡിറ്റർ ഏതൊക്കെ ഏരിയയിലേക്ക് പോയി നോക്കിയിട്ടുണ്ട് എന്ന് അതിൽ എഴുതിയിട്ടുണ്ടാവും. ഓഡിറ്റർ ഒപ്പീനിയൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ഒരു പോയിന്റ് ആട്ടോ, ഇതില്ലാതെ ഒരു റിപ്പോർട്ടില്ല. ക്വാളിഫൈഡ് റിപ്പോർട്ട് ഉണ്ടാവും, അൺക്വാളിഫൈഡ് റിപ്പോർട്ട് ഉണ്ടാവും. നല്ല റിപ്പോർട്ട് ഏതാണ്? അൺക്വാളിഫൈഡ് റിപ്പോർട്ടാണ് നല്ലത്. ട്രൂ ആൻഡ് ഫെയർ, അതിൽ എഴുതാണ് പക്ഷേ ഇന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ക്വാളിഫൈഡ് റിപ്പോർട്ടായി. ഓക്കെ, സോ സിഗ്നേച്ചർ ഓഫ് ദി ഓഡിറ്റർ, പിന്നെ അവരുടെ നമ്പർ, ഓഡിറ്റർക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും. CA ഒക്കെ കഴിഞ്ഞ് നമ്മൾ പ്രൊഫഷണൽ, നാളെ ഒരു കാലത്ത് നിങ്ങൾ CA ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടും, ഫെല്ലോഷിപ്പ് നമ്പർ. ആ നമ്പർ കിട്ടിക്കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഓഡിറ്റ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ നമ്പർ ഉണ്ടാവും അതിൽ, ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് റിപ്പോർട്ട്. ഓക്കെ, സോ that is the details of the audit report. Essentials of a good internal check system. ഒരു നല്ല ഇന്റേണൽ ചെക്ക് സിസ്റ്റം നമ്മുടെ സ്ഥാപനത്തിലുണ്ട് നമ്മൾ എപ്പോഴാണ് പറയുക? ഒന്ന്, നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ പ്രോപ്പർ ഡിവിഷൻ ഓഫ് വർക്ക് നടന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഓത്തറൈസേഷൻ ഓഫ് ട്രാൻസാക്ഷൻസ്, ക്യാഷ് ഡീൽ ചെയ്യുന്നത് നിങ്ങളാണ്, അതേപോലെ തന്നെ സെയിൽസ് ഡീൽ ചെയ്യുന്നത് നിങ്ങളാണ്. ഇങ്ങനെ ട്രാൻസാക്ഷൻസിന് കൃത്യമായിട്ട് ഓത്തറൈസേഷൻ കൊടുത്തിട്ടുണ്ടോ? സൂപ്പർവിഷൻസ് റെഗുലർ നടക്കുന്നുണ്ടോ?
പ്രോപ്പർ ഡോക്യുമെന്റ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന, റൊട്ടേഷൻ ഓഫ് ഡ്യൂട്ടീസ് എമംഗ് എംപ്ലോയീസ്, ഇൻഡിപെൻഡന്റ് ചെക്കിംഗ് ഓഫ് വർക്ക് ഡൺ. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വി വിൽ ടെൽ ദാറ്റ് ദർ ഈസ് എ ഗുഡ് ഇന്റേണൽ ചെക്കിംഗ് സിസ്റ്റം. ഇനി നമ്മൾ എസ് എ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. എസ് എ ക്വസ്റ്റ്യൻ 10 മാർക്സ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ എപ്പോഴും എക്സാമിന് നിങ്ങൾ ആദ്യം എഴുതേണ്ടത് എസ് എ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എസ് എ ക്വസ്റ്റ്യൻ എഴുതിയതിന് ശേഷമാണ്, കാരണം മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. കാരണം 10 മാർക്ക് ഉണ്ട്, അത്രയും സ്കോപ്പ് ഉണ്ട്. നോക്കുന്ന ആൾക്ക് 10 മാർക്ക് വരെ ഇടാനുള്ള സ്കോപ്പ് ഉണ്ട്. പക്ഷെ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലോ 3 വരെ ഇല്ല. അപ്പോൾ നിങ്ങൾ ഫ്രഷ് ആയിട്ടല്ലേ എക്സാം ഹാളിലേക്ക് കിടക്കുന്നത്. സോ നിങ്ങളുടെ ഫ്രഷ് മൈൻഡ് ആദ്യം എസ് എയിലേക്ക്. അപ്പോൾ എ ബി സി എന്നൊക്കെ അവർ തന്നിട്ടുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ക്രോണോളജി എഴുതേണ്ടത് സെക്ഷൻ സി ആദ്യം എഴുതുക, അത് കഴിഞ്ഞ് ബി എഴുതുക, അവസാനം സെക്ഷൻ എ എഴുതി നോക്കി നോക്കൂ, മാർക്കിൽ നല്ല വ്യത്യാസം വരും. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് ചോദിക്കും. ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവർണൻസ് ആണ്. ഈ കോർപ്പറേറ്റ് ഗവർണൻസ് എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്പാരൻസി. എന്ത് നമ്മൾ ചെയ്യുന്ന സാധനമാണെങ്കിലും അതിന് ട്രാൻസ്പാരൻസി ഉണ്ടാവണം. ഒന്നും ഒളിച്ചും പാത്തും ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് കമ്പനിക്കാർ. കാരണം ഇറ്റ്സ് എ പബ്ലിക് കമ്പനി. ഓക്കെ, സോ വാട്ട് എവർ കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സ് അതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എവറിത്തിങ് ഷുഡ് ബി വെരി ക്ലിയർ ആൻഡ് ട്രാൻസ്പാരൻറ്റ്. സോ ആ ട്രാൻസ്പാരൻസി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ഈ കോർപ്പറേറ്റ് ഗവർണൻസ് എന്നാണ് പറയുക. ഇറ്റ് സ്റ്റാൻഡ്സ് ഓൺ 4 pillars കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ എല്ലാം സുതാര്യമായിരിക്കണം, ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം. അപ്പോൾ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ തിയറീസ് ഉണ്ട്. അതിൽ ഒരു തിയറി, കുറേ തിയറീസ് ഉണ്ട്. നിങ്ങൾ 10 മാർക്സിന് എല്ലാ തിയറിയും ഒന്നും എഴുതാൻ പറ്റില്ല. നിങ്ങളൊരു 4-5 തിയറി എഴുതുക, എന്നിട്ട് ദ അതർ തിയറീസ് ആണെന്ന് പറയാം. അപ്പോൾ ഒന്ന് അതിൽ ഏജൻസി തിയറിയാണ്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ക്രക്സ് മാത്രം പറയാം. ഏജൻസി തിയറി എന്ന് പറയുന്നതിൽ നമ്മൾ ഷെയർ ഹോൾഡർ പ്രിൻസിപ്പളും മാനേജർ ഏജൻറ്റുമാണ് എന്ന രീതിയിൽ വേണം കണക്കുകൾ കാണിക്കാൻ. അപ്പോൾ പ്രിൻസിപ്പൾ അറിയണം എല്ലാം. ദ പ്രിൻസിപ്പൽ എന്ന് പറയാം, പ്രിൻസിപ്പൽ സ്പെല്ലിംഗ് നോക്കിക്കോളൂ കേട്ടോ. ദ റിലേഷൻഷിപ്പ് ഷെയർ ഹോൾഡർ ഈസ് ദ പ്രിൻസിപ്പൽ ആൻഡ് മാനേജർ ഈസ് ദ ഏജൻറ്റ്. ഓക്കെ, ആൻഡ് ദ മാനേജർ ഷുഡ് ആക്ട് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടി കണക്കുകളൊക്കെ വൃത്തിയായിട്ട് അവർക്ക് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ വേണം കണക്കുകൾ പ്രസൻറ്റ് ചെയ്യാൻ. സ്റ്റേക്ക് ഹോൾഡർ തിയറി, അതായത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വേണ്ടി കണക്ക്, കമ്പനിക്ക് വേണ്ടിയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടല്ല അക്കൗണ്ട്സും ഡോക്യുമെൻറ്റ്സും ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത്, സ്റ്റേക്ക് ഹോൾഡേഴ്സിന് മനസ്സിലാവണം. സോ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാ? എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ് ആൻഡ് സൊസൈറ്റി. വേറൊരു തിയറിയാണ് സ്റ്റുവേർഡ്ഷിപ്പ് തിയറി. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ സ്റ്റുവേർഡ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യൂ അല്ലേ, നമ്മളെ ഭയങ്കര ട്രസ്റ്റ് വർത്തി ആയിട്ട്. ദ മാനേജേഴ്സിനെ സ്റ്റുവേർഡ്സ് ആയിട്ടാണ്, ഷെയർ ഹോൾഡേഴ്സ് വിശ്വസിക്കുകയാണ് ഇവരെ. അപ്പോൾ ഈ മാനേജേഴ്സിനെ വിശ്വസിക്കുകയാണ്. അപ്പോൾ മാനേജേഴ്സ് വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ട് എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ അതിലേറ്റവും നല്ല അത് ആ 3 തിയറി എന്തായാലും പറഞ്ഞേ പറ്റൂ കേട്ടോ. പിന്നെയാണ് വേറെ ഷെയർ ഹോൾഡേഴ്സ് തിയറി. ഇത് നിങ്ങൾ പണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ പഠിച്ചിട്ടുണ്ടാവും. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് എ കമ്പനി ഈസ് ടു മാക്സിമൈസ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. സോ അതിനനുസരിച്ച് വെൽത്ത് മാക്സിമൈസേഷനെ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഒന്നും കള്ളത്തരത്തിൽ ചെയ്ത് എല്ലാം ട്രാൻസ്പാരൻ്റ് ആക്കി വെക്കണം. മറ്റ് തിയറീസ് നിങ്ങൾ പഠിച്ചാൽ മതി. ദി അതർ തിയറീസിൻ്റെ ഇപ്പോൾ എല്ലാ തിയറീസും ഒന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കൊരു 2.5 hours ടൈമേ ഉള്ളൂ. ഇപ്പോൾ ഒരു 4 തിയറിയും എഴുതാം, പിന്നെ അതർ തിയറീസ് ആണെന്ന് പറയാം. ഇപ്പോൾ റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി എന്ന് പറയുന്നത് ബോർഡ് മെമ്പേഴ്സിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യണം വാല്യുബിൾ നോളജ് ആൻഡ് കണക്ഷൻസ് ആരായിട്ട് ഉണ്ടാവണം, കണക്ഷൻസ് ടു ദി കമ്പനി ഉണ്ടാവണം എന്നുള്ളതാണ്. ട്രാൻസാക്ഷൻ കോസ്റ്റ് തിയറി എന്ന് പറയുന്നത് ഈ ട്രാൻസ്പാരൻസി ഉള്ള സമയത്ത് നമുക്ക് എല്ലാം പുറത്തേക്ക് അപ്പോൾ കൺട്രോൾ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും അധികം കോസ്റ്റ് വരില്ല എന്നാണ് പറയുന്നത് ട്രാൻസാക്ഷൻ കോസ്റ്റ് തിയറിയിൽ. എത്തിക്കൽ തിയറി എന്ന് പറയുന്നത് കമ്പനി ഷുഡ് ഓൾവേസ് ഫോളോ എത്തിക്കൽ വാല്യൂസ്, കള്ളത്തരം കാണിക്കരുത്. ട്രാൻസ്പാരൻറ്റ് അക്കൗണ്ടബിലിറ്റി, ഈ ട്രാൻസ്പാരൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്നുള്ള വേർഡ് ഇല്ലാതെ ഗവർണൻസ് എന്ന് പറയുന്ന ആ ഭാഗം നിങ്ങൾ, അപ്പോൾ കോർപ്പറേറ്റ് ഗവർണൻസിനെ കുറിച്ച് എന്ത് ചോദിച്ചാലും നിങ്ങളുടെ ആൻസർ പേപ്പറിൽ ആ ആൻസറിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു വേർഡ് ട്രാൻസ്പാരൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആണ്. ഓക്കെ, then managerial hegemony theory suggests that managers may dominate the board and influence decisions. മാനേജേഴ്സിന് ഒരു താല്പര്യമുണ്ട്, ബോർഡ് മെമ്പേഴ്സ് ഒക്കെ എപ്പോഴെങ്കിലും അല്ലേ ഉള്ളൂ മാനേജേഴ്സ് തന്നെ. അപ്പോൾ ഇവർക്കൊരു മുകളിൽ കയറിയിരുന്ന് ഡിസിഷൻസ് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവ് ഇവർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. സോ അവർ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് പറ്റുന്ന വിധത്തിൽ എന്ത് പ്രിപ്പയർ ചെയ്യും, അക്കൗണ്ട് ഡോക്യുമെൻറ്റ്സ് പ്രസൻറ്റ് ചെയ്യും എന്നുള്ള.
ഇൻസ്റ്റിറ്റ്യൂഷണൽ തിയറി, ഓർഗനൈസേഷൻ എഡോ ഗവർണൻസ് പ്രാക്ടീസ് ടു മീറ്റ് സോഷ്യൽ എക്സ്പെക്ടേഷൻ. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തിയറീസ് പഠിക്കാനും എളുപ്പം ഏജൻസി, സ്റ്റേക്ക് ഹോൾഡർ, സ്റ്റുവേർഡ്ഷിപ്പ്, അതേപോലെ തന്നെ ഷെയർ ഹോൾഡർ തിയറി, അതേപോലെ എത്തിക്കൽ തിയറി ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ പ്രിലിമിനറി സ്റ്റെപ്സ് ബിഫോർ കമൻസ്മെന്റ് ഓഫ് എ ന്യൂ ഓഡിറ്റ്? നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ. ഒരു ഓഡിറ്റ് തുടങ്ങണേക്കാട്ടിലും മുമ്പ് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് എടുക്കണം? ഓൾറെഡി നിങ്ങൾ പണ്ടൊക്കെ ഒരു ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞ ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങുമ്പോൾ ആദ്യം ഇപ്പം എൻ്റെ കയ്യിലാണ് കിട്ടിക്കണമെന്ന് വെച്ചാൽ ഐ ഹാവ് ടു പ്രീവിയസ് ഓഡിറ്ററായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അല്ല ഫ്രഷ് ന്യൂ കമ്പനിയാണ്, ഇത് ഫസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നാച്ചുറലി നിങ്ങൾ വർക്കേഴ്സ് തുടങ്ങിക്കോളൂ, ലീഗൽ റിക്വയർമെൻറ്റ്സ് വെച്ച് തുടങ്ങുന്നു. ഫസ്റ്റ് പോയിന്റ് ഇല്ല. സോ ഫസ്റ്റ് പോയിന്റ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദി പ്രീവിയസ് ഓഡിറ്റർ ആണ്. സെക്കൻഡ് പോയിന്റ് റിവ്യൂ ഓഫ് ലീഗൽ എന്തൊക്കെയാണ് കമ്പനീസ് ആക്ട്. ഓരോ കമ്പനിയും ഓരോ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റിയാവും, ഇൻഡസ്ട്രിയിലാവും. ചില പേപ്പർ ഇൻഡസ്ട്രി, ചിലർ സർവീസ് സെക്ടറിലായിരിക്കും, ചിലർ പ്രൊഡക്ഷൻ. ഇപ്പോൾ ഓരോന്നിനും ഓരോ ടൈപ്പ്, ബാങ്കിങ് ആയിരിക്കാം, ചിലർ ഇൻഷുറൻസ് ആയിരിക്കാം. അപ്പോൾ അവരവരുടെ ലീഗൽ റിക്വയർമെൻറ്റ്സ് എന്താണ് നമ്മളിത് നോക്കണം. ചിലപ്പോൾ IFRS പ്രിപ്പയർ ചെയ്യേണ്ടതായിരിക്കാം, റിപ്പോർട്ടായിരിക്കാം അതിലാവണം. അണ്ടർസ്റ്റാൻഡിങ് ദ ബിസിനസ് നേച്ചർ, ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് മേടിക്കുക ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന്. അതേപോലെ തന്നെ ഇങ്ങനെ നമ്മൾ എങ്ങനെയാണ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ അലോക്കേറ്റ് ചെയ്യാൻ കൊടുക്കുന്നത് നമ്മുടെ വർക്കേഴ്സ്, ക്ലർക്സിൻ്റെ ഇടയിൽ. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം പഠിക്കുക. നെസസറി ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവന്ന് തരാൻ പറയുക. പ്രത്യേകിച്ച് മെമ്മറാൻഡവും ആർട്ടിക്കിൾസും എന്തായാലും വേണം. ഒരു ഓഡിറ്റ് പ്രോഗ്രാം, നമ്മൾ സിസ്റ്റമാറ്റിക് വർക്ക് അലോക്കേഷൻ പ്രോഗ്രാം, നമ്മൾ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ബുക്കിൽ നോട്ട് ഒരു ഇതുണ്ടാക്കുക. പിന്നെ ഓഡിറ്റ് ഷെഡ്യൂൾ ഉണ്ടാക്കുക, കൊടുക്കുക. ഓഡിറ്റ് പ്ലാൻ ചെയ്തിട്ട് സ്മൂത്ത് കണ്ടക്ട് ഓഫ് ദി. വാട്ട് ആർ ദ ലയബിലിറ്റീസ് ഓഫ് എൻ ഓഡിറ്റർ? ഓഡിറ്റർക്ക് കുറേ റൈറ്റ്സ് ഉണ്ട് അല്ലേ. കുറേ റൈറ്റ്സ് ഉള്ളതുപോലെ തന്നെ ഹി ഹാവ് സർട്ടൻ ലയബിലിറ്റീസ്. അവർ പെട്ടുപോകും. അവരെ ഒരു കമ്പനി ഓഡിറ്റ് ചെയ്ത ഒരു കമ്പനി ഫൈനാൻഷ്യൽ ഡിസ്ക്രിപ്പൻസി ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്ററുടെ കാര്യം ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഓഡിറ്റർ ഈസ് ലയബിൾ ഫോർ മെനി ആക്ടിവിറ്റീസ്. അങ്ങനെയുള്ള ഒരു കമ്പനിയുടെ കുറേ ആക്ടിവിറ്റീസിൽ ഓഡിറ്റർ ലയബിൾ ആയിരിക്കും. സോ വാട്ട് ആർ ലയബിലിറ്റീസ് ഹി ഹാസ് ടു ഫേസ്? ഒന്ന്, ലയബിലിറ്റീസ് ഓഫ് നെഗ്ലിജൻസ്. ഓഡിറ്റർ ഹി ഹാസ് ഫെയിൽഡ് ടു പെർഫോം ഹിസ് ഡ്യൂട്ടീസ് വിത്ത് റീസണബിൾ കെയർ. ശ്രദ്ധിച്ചില്ല, ഹീസ് ലയബിൾ. അതായത് നെഗ്ലിജൻസിന് അയാൾ ലയബിൾ ആയിരിക്കും എന്നുള്ളതാണ്. സിവിൽ ലയബിലിറ്റി, ഓഡിറ്റർ ക്യാൻ ബി സ്യൂഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് ഇങ്ങേരെ വിശ്വസിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങേരെ അതിൻ്റെ സാധനം ട്രൂ ആൻഡ് ഫെയർ എന്ന് പറഞ്ഞപ്പോൾ ഷെയർ ഹോൾഡർ അത് വിശ്വസിച്ചു. 10 കൊല്ലം കഴിയുമ്പോഴാണ് കാണുന്നത് ഇത് മുഴുവൻ തെറ്റായിരുന്നു എന്ന് പറയുന്നത്. ദേ ക്യാൻ ഫയൽ എ കേസ് അഗെയിൻസ്റ്റ് ദി ഓഡിറ്റർ. ചെയ്യാറുണ്ട് കേട്ടോ. ഇവിടെ രജിസ്ട്രേഷനൊക്കെ ക്യാൻസലായി പോകും. ക്രിമിനൽ ലയബിലിറ്റി, കാരണം ഒരുപാട് പൈസ സ്കാം വന്നു, കോടികൾ പോയി ഷെയർ ഹോൾഡേഴ്സിൻ്റെ പൈസ. എത്രയോ കമ്പനി സത്യം ഇതൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ, ഇങ്ങനെ പൊളിഞ്ഞു പോയത്. അപ്പോൾ ക്രിമിനൽ ലയബിലിറ്റി ക്യാൻ ഫേസ് പണിഷ്മെൻറ്റ്. ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എന്നുള്ളത്, ഇയാൾ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ ലയബിലിറ്റി വരും. മിസ്യൂസ് ഓഫ് അതോറിറ്റി, അയാളുടെ ഒരു അധികാരം ഉണ്ടല്ലോ, ഓഡിറ്റർ എന്നുള്ള അധികാരം അയാൾ ഉപയോഗിച്ച് അത് മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മിസ്ഫീസൻസ് ലയബിലിറ്റി വരും. തേർഡ് പാർട്ടീസിനോട്, അതായത് ഈ ഓഡിറ്റർ എഴുതിയിട്ടുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിനെ ബേസ് ചെയ്ത് ബാങ്കുകാർ ലോൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് ഈസ് എ തേർഡ് പാർട്ടി. ആ ബാങ്കിന് പിന്നീടാണ് അറിയുന്നത് മുഴുവൻ കള്ളത്തരായിരുന്നു എന്ന് അറിയണത്. ദേ ക്യാൻ ഫയൽ എ കേസ് അഗെയിൻസ്റ്റ് ദി ഓഡിറ്റർ. സോ എ തേർഡ് പാർട്ടി ക്യാൻ ഫയൽ എ കേസ് അഗെയിൻസ്റ്റ് ദി. അപ്പോൾ ക്ലയൻറ്റിന്, ഷെയർ ഹോൾഡേഴ്സിന് ഫയൽ ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ആർക്കും ഫയൽ ചെയ്യാൻ പറ്റും, തേർഡ് പാർട്ടിക്കും ചെയ്യാൻ പറ്റും. കമ്പനീസ് ആക്ട് പ്രകാരം സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് ചെയ്യേണ്ട ഡ്യൂട്ടീസ് ചെയ്തു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കമ്പനീസ് ആക്ട് പ്രകാരം വയലേഷൻ ആവും. ലയബിലിറ്റി ഫോർ ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസിൽ ഓഡിറ്ററും കൂടി മാനേജ്മെന്റ് ഫ്രോഡ് കാണിക്കുന്നു, അതിൻ്റെ കൂടെ താനും കൂടി ഞാൻ എൻ്റെ കൂടെ ചേർന്നു എന്ന് വെച്ചോളൂ, ഹി ഈസ് ലയബിൾ. കേസ് വരും, പണി കിട്ടും, ഓക്കെ, ജോലി കുറയ്ക്കും, ആ രജിസ്ട്രേഷൻ നമ്പറൊക്കെ തീർക്കും. പ്രൊഫഷണൽ മിസ്കണ്ടക്ട്, ആക്ഷൻ മേ ബി ടേക്കൺ ബൈ പ്രൊഫഷണൽ ബോഡീസ് ഫോർ അൺഎത്തിക്കൽ ബിഹേവിയർ. പ്രൊഫഷണൽ മിസ്കണ്ടക്ട് ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഇടപെടും, അപ്പം തന്നെ തൂക്കിയെടുത്ത് പുറത്തേക്ക് ഇടും മിസ്കണ്ടക്റ്റിന്. ലയബിലിറ്റി ഫോർ ഇൻകറക്റ്റ് സർട്ടിഫിക്കേഷൻസ്, തോന്നിയ സർട്ടിഫിക്കേഷൻസ് കൊടുക്കുക. ആൻഡ് ലയബിലിറ്റി ഫോർ ഫെയിലിയർ ടു റിപ്പോർട്ട് ഫ്രോഡ് ഉണ്ട് എന്ന് ധൈര്യമായിട്ട് എഴുതാൻ അയാൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ദർ ബി ലയബിലിറ്റി ഫോർ ഫെയിലിയർ ടു റിപ്പോർട്ട് ഫ്രോഡ്. സോ ഇതാണ് ദ ലയബിലിറ്റീസ് എന്ന്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓഡിറ്റ്? നമ്മളിതിൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് പറഞ്ഞ ഓർമ്മയുണ്ടോ?
കമ്പനികൾ, ബാങ്ക്, ഇൻഷുറൻസ്, ഗവൺമെൻറ്, ഇത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്സ് ആണ്. പിന്നെ വരുന്ന അതാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിൽ അത് എഴുതണം. ഓക്കെ, ഇന്റേണൽ ഓഡിറ്റ്, ഓഡിറ്റ് കണ്ടക്റ്റഡ് ബൈ ദ ഇന്റേണൽ സ്റ്റാഫ് ടു ഇവാലുവേറ്റ് ദ ഇന്റേണൽ കൺട്രോൾ. കോസ്റ്റ് അക്കൗണ്ട്സ് ആൻഡ് കോസ്റ്റ് റെക്കോർഡ്സ്, മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ എന്ത് ഓഡിറ്റ് നടത്തണം? കോസ്റ്റ് ഓഡിറ്റ് നടത്തണം. മാനേജ്മെന്റ് എഫിഷ്യൻസിയും ഇഫക്റ്റീവ്നെസ്സും അളക്കാൻ വേണ്ടി മാനേജ്മെന്റ് ഓഡിറ്റ്. എല്ലാ ആനുവൽ ഇയറിലും ഓഡിറ്റിംഗ് നടത്തണം, ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ഓഡിറ്റ്. ഇടയിൽ വെച്ചിട്ട് രണ്ട് ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമ്മളൊരു ഓഡിറ്റ് റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബിറ്റ്വീൻ 2 ആനുവൽ ഓഡിറ്റ്സ് നമ്മൾ റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്തിട്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഇൻറ്ററിം ഓഡിറ്റ്. പിന്നെ ഗവൺമെൻറ് അണ്ടർടേക്കിങ്സ് ചെയ്യുന്ന ഗവൺമെൻറ് ഓഡിറ്റ് ആണ്. ടാക്സ് ഓഡിറ്റ് അല്ലേ, ഇൻകം ടാക്സുകാർക്ക് വേണ്ടിയിട്ട് ടാക്സ് ഇവാലുവേഷൻ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ടാക്സ് ഓഡിറ്റ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുന്നുണ്ടോ? ഗോ ഗ്രീൻ കോൺസെപ്റ്റ്, സസ്റ്റൈനബിലിറ്റി എന്നൊക്കെ പേരും പറഞ്ഞ് കുറേ ചിലവുകൾ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് ഓഡിറ്റ് ചെയ്ത് നോക്കണം. അതിനാണ് സോഷ്യൽ ഓഡിറ്റ് എന്നാണ് പറയുക. കുറേ സ്കോളർഷിപ്പ് കൊടുത്തു, കുറേ അവിടെ കൊടുത്തു. എൻവയൺമെൻറ്റ് ഓഡിറ്റ്, എൻവയൺമെൻറ്റ് പ്രൊട്ടക്ഷൻ പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ദി ഗവൺമെൻറ്, അതും എന്ത് ചെയ്യണം? നമ്മൾ നോക്കണം. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ്. അപ്പം നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ മാർച്ച് 2024 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 2 വീഡിയോ ആയിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നോക്കണം. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഓഡിറ്റിംഗ് ചെയ്യാം, തൊട്ട് പ്രീവിയസ് ഇയറിൻ്റെയും കൂടിയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒപ്പം എൻ്റെ ഒപ്പം ഉണ്ടാവുക. എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, അതേപോലെ തന്നെ അത് ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കും അത് ഷെയർ ചെയ്യണം. അതുപോലെ മറക്കാതെ ആ ഫ്രണ്ട്സിനോട് എന്ത് ചെയ്യാനും പറയണം? സബ്സ്ക്രൈബ് ചെയ്യാനും പറയണം. ഓക്കെ, താങ്ക് യു. വിൽ സീ അഗെയിൻ ടുമോറോ.